മഹാനരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുത്തെ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ചിരുന്ന ഒരു ദുആയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്നത്. അവിടെ അള്ളാഹുവിനെ വിളിച്ചത് മുഖല്ലിബുൽ ഖുലൂബ് എന്നാണ്. ഈമാൻ നിലനിന്ന് ജീവിച്ച് മരിക്കണമെന്ന ആഗ്രഹമുള്ള മുഴുവൻ ആളുകളും ലോകത്ത് ഈ ദുആ അധികരിപ്പിച്ചിട്ടുണ്ട്. ഹദീസിൽ അറിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ദുആയാണത്. ഈ വിനീതന്റെ എല്ലാ ദുആയിലും ആദ്യം ദ്വാരക്കൽ ഈ ദുആയാണ്. മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരുടെ അത്തഹിയാത്തിൽ വരെ ഈ ദുആ പതിവാക്കിയിരുന്നു എന്ന് അവരെ കുറിച്ചുള്ള ചരിത്രത്തിൽ കാണാവുന്നതാണ്. പറ്റുമെങ്കിൽ ആ ദുആ മനപ്പാടാക്കിയിട്ട് ദുആയിൽ ഉൾപ്പെടുത്തുന്നത് ഈമാനിന്റെ നിലനിൽപ്പിന് വളരെ ഉപകാരപ്രദമാവുന്ന പ്രതീക്ഷയുള്ള ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിനർത്ഥം ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, അതാണ് മുഖല്ലിബുൽ ഖുലൂബ്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിലായി നീ മാറ്റിമറിക്കാതെ സ്ഥിരപ്പെടുത്തണേ റബ്ബേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ അവസ്ഥ എന്താണ്? ഹബീബരായ തങ്ങൾ ഇതിങ്ങനെ അധികരിപ്പിക്കണം എന്തിനാണ്? സഹാബാക്കൾക്ക് മാതൃകക്കാണ്. അപ്പൊ അവരും അധികരിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവര് ചോദിച്ചു, നബിയെ ഞങ്ങളിതിങ്ങനെ അധികരിപ്പിക്കണത് ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പേടിയുണ്ടോ? ഈമാനിൽ നിന്ന് ഒഴിവായി പോവും, ഹിദായത്ത് വലിച്ചെറിയുന്നുള്ള പേടിയുണ്ടോന്ന് ചോദിച്ചു. എങ്ങനെ പേടില്ലാതിരിക്കുക? ഖൽബുകൾ അള്ളാഹുവിന്റെ കസ്റ്റഡിയിലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഖൽബുകൾ അള്ളാഹിന്റെ കസ്റ്റഡിയിലല്ലേ? ഇത് എപ്പോഴും ആണ്ടുകൊണ്ടും മാറാമല്ലോ. 80,000 കൊല്ലം മലക്കൾക്ക് ദർസ് എടുത്ത ആളാണ് ഇബ്ലീസ്. 80,000 കൊല്ലം. ഞാനൊക്കെ ഈ പ്രസംഗ ലോകത്ത് വലിയ അത്ഭുതത്തിൽ പങ്കെടുക്കാറുണ്ട്. 40ാമത്തെ ദർസ് വാർഷിക സമ്മേളനം അല്ലെങ്കിൽ 60ാമത്തെ ദർസ് വാർഷിക സമ്മേളനം, അതിന് വരെ പങ്കെടുത്തിട്ടുണ്ട്. ഈടടുത്ത് പാലക്കാട് ജില്ലയിൽ ഒരു സമ്മേളനത്തിന് പങ്കെടുത്തു. അപ്പൊ അവിടെ നെല്ലായ ഉസ്താദിന്റെ ദർസ് വാർഷിക സമ്മേളനം. അദ്ദേഹം 60 വർഷത്തോളം തുടർച്ചയായിട്ട് ദർസ് നടത്തി. എന്നാൽ ഇയാള് ദർസ് നടത്തിയ പോലെ ആർക്കും ദർസ് നടത്താൻ പറ്റൂല. അവരൊക്കെ വലിയ മഹാന്മാരാട്ടോ. 80,000 കൊല്ലം ആർക്ക്? ഉറങ്ങിത്തൂങ്ങണ മുത്താലിമീങ്ങൾക്കല്ല, ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകൾക്ക്. അവർക്ക് ഉറക്കം തന്നെ ഇല്ല. ദർശൻ 80,000 കൊല്ലം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് എന്താ ഇപ്പൊ പേരേട്ടെ നമ്മൾ പറയണേ ലഅനത്തുല്ലാഹി അലൈഹിന്ന വലിയൊരു മുദരിസിന്റെ പേരില്. വലിയൊരു മുദരിസായിരുന്ന ആളെ പേരിലാണ് പേരേട്ട മദ്രസ പഠിക്കുന്ന കുട്ടികള് ലഅനത്തുല്ലാഹി അലൈഹിന്നല്ലോ. ജിബ്രീലിന്റെ ഉസ്താദിന്റെ പേരേട്ടല്ലേ. അപ്പൊ സംഗതി അതാണ്. ആ ഒരു ബേജാറ് അതാണ്. വിശ്വാസി എപ്പോഴും പക്ഷിയെ പോലെ ആവണമെന്നാണ്. പക്ഷിക്ക് 2 ചിറകുണ്ടാവും. ആ 2 ചിറക് കൊണ്ട് പാറിയിട്ടാണ് ലക്ഷ്യത്തിലെത്തുക. വിശ്വാസിക്ക് 2 ചിറകുണ്ട്. ഒന്ന് റജായിന്റെ ചിറക്, മറ്റൊന്ന് ഖൗഫിന്റെ ചിറക്. ശിരസ്സുണ്ട്, അതാണ് അഖീദ. ആ പക്ഷിയാണ്. പക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫി ഉനുഖി. പക്ഷിയാണ്. 2 ചിറകുള്ള പക്ഷിയാണ് വിശ്വാസി. അവന്റെ അമലുകൾ അങ്ങനെയാണ്. അവന്റെ ശിരസ്സാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവന്റെ ഒരു ചിറകാണ് ഇല്ല അല്ലാഹ് എന്നെ രക്ഷപ്പെടുത്തും എന്ന പ്രതീക്ഷ. മറ്റൊരു ചിറകാണ് പടച്ചവനെ പേടിയാണ്, ഈമാൻ പോവോ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ലക്ഷ്യത്തിലെത്തും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ എന്ത് ചെയ്യാ? അതിന് സഹായകമായ ഒരു അമലാണ് പറഞ്ഞത്. ഹദീസിലുള്ള അമലാണ്, സ്വഹീഹായ ഹദീസാണ്. ഒരു അമല് പറഞ്ഞല്ലോ. അല്ലാഹുമ്മ യാ, നിങ്ങൾക്ക് മനപ്പാടാണല്ലോ. കാരണം ഞാൻ ഇവിടെ വന്നതിന് ശേഷമല്ല, ഏകദേശം ഒരു 20 കൊല്ലമായിട്ട് എൻ്റെ ഒരൊറ്റ ദുആയിലും ഈ ദുആ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. നിങ്ങൾക്ക് കേൾക്കാലപ്പൻ്റെ ദുആ യാ മുഖല്ലിബൽ ഖുലൂബ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ദുആ തുടങ്ങുക. അതില്ലാത്തൊരു ദുആന്റെ പരിപാടി എനിക്കില്ല. ഇത് കിതാബിൽ കണ്ട അന്ന് മുതൽ ഇന്ന് വരെ 20 കൊല്ലമായിട്ടുണ്ടാവും. അപ്പൊ അതൊന്ന് ജീവിതത്തിൽ പകർത്തുന്നത് വളരെ നല്ലതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.